ജന്തർ മന്തർ പ്രതിഷേധത്തിനെ തുടർന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ സർക്കാരുമായി സിജെപിയുടെ ചർച്ച. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃക്രമീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജന്തർ മന്തറിൽ സിജെപി ധർണ നടത്തിവരികയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും കർശനമായ നടപടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നീക്കം ചെയ്യുക എന്നതാണെന്ന് സിജെപി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രതികരണവുമായി രംഗത്തെത്തി. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് പ്രധാനമന്ത്രി തന്റെ പ്രതികരണം അറിയിച്ചത്. फ्रेंड्स, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए, गुनहगारों को पकड़ा गया है. ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ് അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. ജൂലൈ 20 നടന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പോലീസ് പിൻവലിക്കണമെന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി തുടർന്ന പ്രക്ഷുബ്ധതയെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.